ശ്രീ പി ജയരാജൻ, പല വിധത്തിലുള്ള വർഗീയ ശക്തികളും ഈ കേസിനെ മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചതാണ്. അത് ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും. പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ചാണ് ആ പ്രതിക്ക്, ആ നരാധമന് ശിക്ഷ വാങ്ങിക്കൊടുത്തത്, ആ കുട്ടിക്ക് നീതി വാങ്ങിക്കൊടുത്തത്. സർക്കാരിൻ്റെ ഇടപെടൽ, പോലീസിൻ്റെ ഇടപെടൽ, ഈ കാര്യങ്ങളൊക്കെ താങ്കൾ ഓർക്കുമല്ലോ പി ജെ? തീർച്ചയായിട്ടും. അതായത് വ്യക്തിപരമായിട്ട് ഞാനും CPM-ഉം അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റും മുഖ്യമന്ത്രിയും ഒക്കെ വലിയ നിലക്ക് എതിരാളികളായി കുറ്റപ്പെടുത്തപ്പെട്ട ഒരു കേസായിരുന്നു പാലത്തായി പീഡന കേസ്. 10 വയസ്സായിട്ടുള്ള ഒരു പെൺകുട്ടിയെ ആ സ്കൂളിലെ അധ്യാപകൻ തന്നെ പീഡിപ്പിച്ചു എന്ന വിവരമാണ് ചൈൽഡ് ലൈൻ വഴി പുറത്തു വന്നത്. ആദ്യഘട്ടത്തിൽ ഭയപ്പെട്ട കുട്ടി ഒന്നും പറയാൻ തയ്യാറായിരുന്നില്ല. ചൈൽഡ് ലൈൻ പ്രവർത്തകന്മാരോട് ഈ കുട്ടി എല്ലാം തുറന്നു പറഞ്ഞു. അങ്ങനെയാണ് ഈ കേസിന്റെ ഉത്ഭവം. പിന്നീട് അതിൽ മൊഴി രേഖപ്പെടുത്തുന്ന അവസരത്തിൽ ചില പൊരുത്തക്കേടുകൾ, 10 വയസ്സായിട്ടുള്ള കുട്ടി ഇത്തരമൊരു സാഹചര്യത്തിൽ ഏത് വിധത്തിലായിരിക്കും പറയുക, മൊഴി പറയുക എന്നത് നമുക്ക് ഊഹിക്കാനാവുന്നതേ ഉള്ളൂ. പക്ഷേ ആ തരത്തിലുള്ള ഒരു കേസ് ആദ്യഘട്ടത്തിൽ അത് തേഞ്ഞുമാഞ്ഞു പോകും എന്നൊക്കെയാണ് പലരും പ്രചരിപ്പിച്ചിരുന്നത്. അവിടെ ലീഗ്, അതുപോലെ തന്നെ കോൺഗ്രസ്, അതുപോലെ SDPI ഇവർ സംഘടിതമായ പ്രചാരവേല നടത്തി. ഇത് BJP-യും CPM-ഉം തമ്മിലുള്ള ഡീലാണ്. ഈ അധ്യാപകൻ രക്ഷപ്പെടാൻ വേണ്ടി പോവുകയാണ്, അധ്യാപകനെ രക്ഷപ്പെടുത്താൻ CPM-ഉം ഗവൺമെന്റും ശ്രമിക്കുകയാണ്. ഈ നിലക്കുള്ള പ്രചാരവേലയാണ് നടത്തിയത്. ഇവിടെ കൃത്യമായിട്ട് പിന്നീട് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അവിടെ ഒരു ആക്ഷൻ കമ്മിറ്റി ഉണ്ടായി പാനൂരിൽ. ആ ആക്ഷൻ കമ്മിറ്റിയുടെ കൺവീനർ തന്നെ CPM-ന്റെ പാനൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സഖാവ് ബൈജു ആണ്. അതിലെല്ലാ പാർട്ടിക്കാരും ഉണ്ട്, കോൺഗ്രസും ഉണ്ട്, ലീഗും ഉണ്ട്, BJP ഇല്ല. അവരൊഴികെയുള്ള എല്ലാ പാർട്ടികളും യോജിച്ചുകൊണ്ട് ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കി, നിയമപരമായിട്ടുള്ള സഹായം തേടി, ഗവൺമെന്റിനെ സമീപിച്ചു, മുഖ്യമന്ത്രിയെ സമീപിച്ചു. അന്ന് MLA ആയിരുന്നു ശൈല ടീച്ചർ. ശൈല ടീച്ചർക്കും എതിരായിട്ടുള്ള കുറെ ആക്ഷേപങ്ങൾ SDPI-ക്കാരും മറ്റും ഉന്നയിച്ചു. പക്ഷേ ആക്ഷൻ കമ്മിറ്റിയുടെ ഇടപെടൽ ഈ കേസ് ശരിയായ ദിശയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചു. അതിനെ തുടർന്നാണ് ഈ കേസിൽ കൃത്യമായിട്ടുള്ള കുറ്റപത്രം ഫ്രെയിം ചെയ്തത്. അതിനിടയിൽ ഇദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം കിട്ടിയപ്പോ ആ അവസരത്തിലും വലിയ നിലക്കുള്ള നുണപ്രചരണം നടത്തുകയുണ്ടായി. വ്യക്തിപരമായി പറഞ്ഞാൽ ഒരു ഘട്ടത്തിൽ എന്റെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ, ഞാൻ പത്തനംതിട്ടയിൽ ഒരു പരിപാടിക്ക് പോയ അവസരത്തിൽ അവിടെയുള്ള പാർട്ടി പ്രവർത്തകന്മാരുമായി ഒന്നിച്ചിട്ടുള്ള ഒരു ഫോട്ടോ, അതിൽ എന്റെ പരിസരത്തുള്ള, എന്റെ തൊട്ടടുത്തുള്ള ഒരു CPM പ്രവർത്തകന്റെ തല ആ ഫോട്ടോയിൽ നിന്ന് വെട്ടിമാറ്റി, എന്നിട്ട് ഈ അധ്യാപകന്റെ, BJP-കാരനായിട്ടുള്ള അധ്യാപകന്റെ ഫോട്ടോ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചു. അങ്ങനെ വലിയ നിലക്ക് രാഷ്ട്രീയമായിട്ട് CPM-നെയും ഗവൺമെന്റിനെയും അപവദിക്കുന്നതിന് വേണ്ടിയുള്ള ആസൂത്രിതമായ ശ്രമം നടന്നൊരു കേസ് കൂടിയാണിത്. അപ്പൊ ആ കേസ് ഫലപ്രദമായിട്ട് കോടതിയിൽ നടത്തി. പ്രോസിക്യൂഷൻ അഭിനന്ദനം അർഹിക്കുന്നു. അതുപോലെ തന്നെ ആ കേസ് ഒടുവിൽ അന്വേഷിച്ച DYSP TK രത്നകുമാർ, അദ്ദേഹത്തിനെതിരായിട്ട് ഇപ്പൊ എന്തെല്ലാം പ്രചരിപ്പിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ശരിയായ ദിശയിലേക്ക് അന്വേഷണം പോയത്. ആ പ്രോസിക്യൂഷൻ പോലീസിന്റെ അന്വേഷണ മികവിന്റെ കൂടി അടിസ്ഥാനത്തിൽ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള തെളിവുകൾ, വാദങ്ങൾ ഇതൊക്കെ പരിഗണിച്ചിട്ടാണ് പോക്സോ കോടതി ഇദ്ദേഹം കുറ്റക്കാരനാണെന്ന് വിധിച്ചത്. ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. ആ ശിക്ഷയാവട്ടെ ജീവിതാവസാനം വരെയുള്ള തടവിന ശിക്ഷയാണ്. ഇത് സമൂഹത്തിന് നല്ലൊരു സന്ദേശം കൊടുക്കുകയാണ്. ഇത് വേറൊരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത്, ഇത്തരമൊരു പീഡന കേസിൽ ഒരു BJP നേതാവായിട്ടുള്ള അധ്യാപകൻ പ്രതിയായി ഇന്ത്യയിലെ മറ്റ് BJP ഭരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനത്താണ് കേസ് നടന്നിരുന്നെങ്കിൽ എന്തായിരുന്നു കേസിന്റെ അവസ്ഥ എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതാണ്. ഇവിടെ അത്തരം ശക്തികൾക്കൊന്നും സ്വാധീനിക്കാൻ കഴിയാത്ത ഒരു ഭരണ സംവിധാനം, അന്വേഷണ സംഘം നിലനിൽക്കുന്നു. സത്യസന്ധമായിട്ടുള്ള അന്വേഷണം നടത്തുന്ന മികവുറ്റ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് കേരള പോലീസിലുള്ളത് എന്ന് തെളിയിക്കുന്ന ഒന്നുകൂടിയാണ് ഈ കേസിലെ വിധി.